മാംഗല്യം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. ഇത്തിരി ചോറും കൂടി പൊന്ന. എന്റെ കുഞ്ഞിന് പെട്ടെന്ന് വളർന്നു വലുതാവണ്ടേ. മേന്ത കണ്ണു മേന്ത. വയറ് ഫുള്ളാ. ഉണ്ണിക്കുട വയറും തടവി കുഞ്ഞിപ്പെണ്ണ് ടേബിളിൽ നിന്ന് ഇറങ്ങാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയല്ലേ പൊന്ന. ദേ നോക്കിയേ, ഇവിടെ ഒരു ഇത്തിരി സ്ഥലമുണ്ട്. കഴിച്ചു പകുതി ആയപ്പോഴേക്കും ആ ഉടുപ്പിലേക്ക് വീണ വെള്ളവും ചോറും ഒക്കെ കൊണ്ട് പെണ്ണത് ഊരിക്കളഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞക്കുമ്പ ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായി കാണാം. ആ വയറ്റിൽ ഏതോ ഒരു ഭാഗത്ത് വിരലും കൊണ്ട് മെല്ലെ വട്ടം കറക്കിയാണ് ഇവിടെ ഒരുത്തി കുഞ്ഞിനെ പറ്റിക്കുന്നത്. ഇല്ല കണ്ണു, ഒട്ടും ശലവില്ല. അവിടെ ഞാൻ നേരത്തെ തിന്ന ഫിഷാ, സത്യം. അവളെ വിറ്റ കാശ് പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവളുടെ അടുത്താണ് ഇവളുടെ അംഗം. പെണ്ണിനെ നല്ലോണം പൂച്ഛിച്ചു പറയുമ്പോഴും അവൾ ഉണ്ടാക്കിയ കറികളൊക്കെ കൂട്ടി എന്നത്തേലും അധികം ചോറുണ്ണുകയാണ് ഹരി. കഴിച്ചുകൊണ്ടിരുന്ന എല്ലാരും അത് കേട്ടെങ്കിലും അടുത്ത ഒരു തല്ലിന് ഒപ്പം നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം ആരും അത് കേട്ട പോലെ എടുത്തില്ല. കണ്ണൂന്റെ പൊന്നല്ലേ, കണ്ണൂനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു ഉരുള കൂടി പൊന്നു കഴിക്കും. ഹരി കളിയാക്കിയത് കൊണ്ട് മാത്രം കുഞ്ഞിനെ കൊട്ട് ഒരു ഉരുളയെങ്കിലും അധികം കഴിപ്പിച്ചിട്ടേ എഴുന്നേൽക്കൂന്നുള്ള വാശിയിൽ മണിക്കുട്ടി പൂവിനോട് കെഞ്ചി. കുഞ്ഞി ഉരുള ലാസ്റ്റ്, ഓക്കേ. താൻ കഴിച്ചില്ലെങ്കിൽ മണിക്കുട്ടി പിണങ്ങുമോന്നുള്ള പേടി കൊണ്ടാണ് കുഞ്ഞ് സമ്മതിച്ചത്. ഓ മതി, എന്റെ പൊന്ന് ഒരു കുഞ്ഞി ഉരുള കഴിച്ചാൽ മതി. ഇത്തിരി പൊരിച്ച മീനും വെഴുക്കും പുളിശ്ശേരിയും ഒക്കെ കൂട്ടി എന്റെ പൊന്നിന് കണ്ണൂന്റെ ലാസ്റ്റ് കുഞ്ഞുരുള. അവൾ അത്രയും സ്നേഹത്തോടെ കൊടുത്തതും കുഞ്ഞു പെണ്ണ് വായ തുറന്ന് വാങ്ങിയതും മെല്ലെ കഴിച്ചു. ഈ നേരമെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന 3 പേരുടെയും കണ്ണുകൾ കുഞ്ഞിലും അവളിലും മാത്രമായിരുന്നു. അവർ രണ്ടും ഒപ്പമുള്ളപ്പോൾ ചുറ്റുമുള്ളതൊന്നും അവരെ ബാധിക്കാറില്ല. കൊണ്ടും കൊടുത്തും കളി പറഞ്ഞും കുരുത്തക്കേട് കാണിച്ചും അവരവരുടെ ഒരു ലോകം തന്നെ ഉണ്ടാക്കും. ഒരാൾ അടുത്തുള്ളപ്പോൾ മറ്റേയാൾ അത്രയും സന്തോഷത്തിലായിരിക്കും. അതുപോലെ അകന്നു നിന്നാൽ ആ സങ്കടത്തിലും. കളി പറഞ്ഞും കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യിൽ ചുംബിച്ചുമൊക്കെ അവൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ നിന്ന് ഒരു നിമിഷം പോലും കൈമളിന്റെ നോട്ടം മാറിയില്ല. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരമ്മയിൽ നിന്നും കിട്ടുന്ന അത്രയും സ്നേഹം അവൾ തന്റെ കൊച്ചുമകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനിനി അവൾക്ക് എന്ത് പകരം കൊടുത്താലും കഴിയില്ല. ഓർക്കവേ അയാളുടെ മനസ്സൊന്ന് പിടഞ്ഞു. അച്ഛൻ ഇതെന്ത് നോക്കിയിരിക്കുക? എല്ലാരും കഴിച്ചെഴുന്നേറ്റ് പോയിട്ട് എത്ര നേരമായിരുന്നു? വിരൽ തുമ്പിനറ്റം പോലും ഉറിഞ്ചിയെടുത്ത് ഏമ്പക്കം വിട്ട് എഴുന്നേറ്റവൻ മാഷിനെ നോക്കി ചിരിച്ചു. കുഞ്ഞ് സന്തോഷമായി ഇരിക്കുന്നത് കൊണ്ടാകും ഹരിയുടെ മുഖവും അമ്പിളിക്കല പോലെ പ്രസന്നമാണ്. അച്ഛാ, അച്ഛൻ ഇത് ഏത് ലോകത്താ? ഹരി ഒന്നും കൂടി കുലുക്കി വിളിച്ചതും കൈമള് തല കുടഞ്ഞ് എഴുന്നേറ്റു. ഒന്നുമില്ലടാ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയതാ. വയസ്സാം കാലത്ത് ഇത്രയൊക്കെ ആലോചന അത്ര നല്ല ലക്ഷണമല്ല കേട്ടോ അച്ഛാ. കളിയാക്കി പറഞ്ഞുകൊണ്ട് അവൻ വേഗം അടുത്തുനിന്ന് മാറിയതും അവന്റെ മാറ്റം കണ്ട് അത്രയും സന്തോഷിക്കുകയായിരുന്നു കൈമളും. എത്ര നാളുകൾക്ക് ശേഷമാണ് ഇവൻ ഇങ്ങനെ കളിച്ച് കളി പറഞ്ഞ് തന്നെ പിന്നെയും എന്തൊക്കെയോ കളിയാക്കി പറഞ്ഞുകൊണ്ട് പോകുന്നവനെ കണ്ണു നിറഞ്ഞ് കൈമള് നോക്കി നിന്നു. എന്താ കൈമളേട്ടാ, കണ്ണു നിറഞ്ഞിട്ടുണ്ടല്ലോ, എന്തു പറ്റി? അയാൾക്കടുത്തെത്തിയ സീത കാണുന്നത് കണ്ണും നിറഞ്ഞു നിൽക്കുന്ന കൈമളിനെയാണ്. ഒന്നുമില്ല സീതേ, നാളുകൾ കൂടി ഞാൻ എന്റെ പഴയ മകനെ കണ്ട സന്തോഷത്തിൽ. ബാക്കിയൊന്നും അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ആ നിമിഷമുള്ള അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ചിന്തകളെ മനസ്സിലാക്കാൻ സീതയ്ക്ക് കഴിയുമായിരുന്നു. വാഷ് ബേസിനിൽ പോയി കൈയും കഴുകി തിരികെ വരുന്നവൻ കാണുന്നത് അടുക്കളയിലൂടെ കയറി വരുന്ന കുഞ്ഞിപ്പെണ്ണിനെയും അവളെ എടുത്തുകൊണ്ട് വരുന്നവളെയുമാണ്. കൈയും മുഖവും കഴിക്കാൻ കൊണ്ടുപോയിട്ട് കുളിച്ചൂന്ന് തോന്നുന്നു. കാരണം കുഞ്ഞിപ്പെണ്ണ് മൊത്തത്തിൽ തോർത്തിൽ ചുറ്റിയുള്ള വരവാണ്. ഹരിക്ക് അടുത്ത് വന്നതും കുഞ്ഞിപ്പെണ്ണ് അരിയെന്ന് വിളിച്ചുകൊണ്ട് അവന്റെ നേരെ എടുത്തു ചാടി. പൊന്നേ, പൂവി. ചാഞ്ഞുള്ള ചാട്ടമായതുകൊണ്ട് മണിക്കുട്ടിയും അവന്റെ നെഞ്ചിലേക്ക് വീണുപോയി. പെട്ടെന്നുള്ള വീഴ്ചയായോണ്ട് അവരിൽ പിടുത്തം കെട്ടാതെ ഹരി അവളെയും കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ഒരു നിമിഷം ഹരിയും മണിക്കുട്ടിയും തരിച്ചുപോയ ആ ഒരു നിമിഷം. ചേർത്ത് പിടിച്ചവളെ അതേ വേഗത്തിൽ തന്നെ നിർത്തി കുഞ്ഞിനെ അവൻ ഒരു കൈയും കൊണ്ട് തട്ടിപ്പറിച്ചു. എന്താ പൂവെ കാണിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചാടിയാൽ വീണു പോകില്ലേ? ഇത്തിരി ദേഷ്യത്തോടെയാണ് ചോദിച്ചെങ്കിലും കുഞ്ഞിപ്പെണ്ണ് കൈകൊട്ടി ചിരിക്കുകയാണ് ചെയ്തത്. നോ, മീയില്ല. അരിയുണ്ടല്ലോ പീച്ചാൻ. പിന്നെ നിന്റെ ഹരി സൂപ്പർമാൻ അല്ലേ, വീഴുന്നവരെല്ലാം ഓടിപ്പോയി താങ്ങാൻ. കുറെ നേരമായുള്ള അവന്റെ കളിയാക്കലും ഇപ്പൊ വീഴ്ചയിൽ പെട്ടതും പിടിച്ചതും ഒക്കെയുള്ള പരിഭ്രമത്തിലും ചമ്മലിലും മണിക്കുട്ടി ഇത്തിരി പരിഭവം പറഞ്ഞു. ഞാൻ സൂപ്പർമാനോ സ്പൈഡർമാനോ ആകട്ടെ,
ഞാനിപ്പൊ പിടിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ മൂക്കിപ്പോൾ ചമ്മന്തിയായേനെ. വീഴാതെ പിടിച്ചു നിർത്തിയപ്പോൾ അവളുടെ അഹങ്കാരം. അവൻ പറയുന്ന കേട്ടതും ചമ്മല് മാറിയവൻ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അവളോട് കയറി കയർത്തത്. പറയുന്ന കേട്ടാൽ തോന്നും അഹങ്കാരം എന്താണെന്ന് അറിയ പോലുമില്ലാത്ത ആളെ എന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. കെറിവിച്ചുകൊണ്ട് മണിക്കുട്ടി തിരിഞ്ഞതും ഹരി പല്ല് കടിച്ചു. ദേ പൂവേ, നിന്റെ കണ്ണൂന് 1, 2, 3 ഒന്നും എഴുതാൻ അറിയത്തില്ല. പക്ഷെ ഒറ്റ പറയാനുണ്ടല്ലോ, നല്ല മിടുക്കാണ്. ദേ പൊന്ന, നിന്റെ അച്ഛൻ സാറിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോ. എല്ലാവർക്കും ഒരബദ്ധമൊക്കെ പറ്റും. പിന്നെ അബദ്ധം. 57 കഴിഞ്ഞ് 88 എഴുന്നവളല്ലേ അബദ്ധം. അതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കള്ളത്തരം എന്നാണ് പറയുന്നത്. കൊള്ളി. എന്റെ കുഞ്ഞിനെ ഇനി കള്ളിയായിട്ട് ഒന്നും കൂട്ടുവേണ്ട കേട്ടോ. ഹരി ഒളികണ്ണിട്ട് നോക്കുമ്പോൾ കാണുന്നത് കണ്ണും നിറച്ച് ദേഷ്യം പിടിച്ച് മൂക്കും ചുവപ്പിച്ച് നിൽക്കുന്നവളെയാണ്. ഹരിക്കത് കാണെ ചിരി വരുന്നുണ്ടായിരുന്നു. വയസ്സ് ഇത്രയൊക്കെ ആയെങ്കിലും തന്റെ കയ്യിലിരിക്കുന്നവളിൽ നിന്നും മുന്നിൽ നിൽക്കുന്നവൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് ഹരിക്കന്ന് ആദ്യമായി തോന്നിപ്പോയി. ഒരു കണ്ണും കണ്ണിന്റെ പൊന്നും. നിങ്ങളിത് എന്തുവാ തള്ളെ വിളിച്ചു പറയുന്നെന്ന് വല്ല ബോധവുമുണ്ടോ? അവള് പോയെന്നോ? എങ്ങോട്ട്? അത് മോനെ, പിന്നെ ആ സീതയും ശ്രീധരനും കൂടി വന്നിട്ട് കൊണ്ടുപോയതാടാ മോനെ. ഒപ്പം ആ മെമ്പർ ചക്കനും ഉണ്ടായിരുന്നു. അവനോട് സംസാരിക്കുമ്പോൾ പേടി കൊണ്ട് അവർക്ക് ശബ്ദം പോലും ശരിക്കും പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. സീതയും ശ്രീധരനും ആരാ? അവളുടെ അപ്പനും അമ്മയുമോ? എന്നിട്ട് കണ്ടവര് വന്ന് പെണ്ണിനെ കൊണ്ടുപോകുന്ന നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്നു അല്ലേ? നിങ്ങൾക്ക് പോയി ചത്തുകൂടെ തള്ളേ. ഒരു തുള്ളായിരുന്നു ഇന്ദ്രൻ. എന്റെ പൊന്നു മോനെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോ എന്തുവാടാ നിന്നോട് മറുപടി പറയണ്ടേ? നിങ്ങളും മറുപടി പറയണം തള്ളേ. ഒന്നുമില്ലെങ്കിലും പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കണ്ടവന്മാരോട് കൂടെ പറഞ്ഞുവിട്ട നിങ്ങൾ മറുപടി പറയാതെ പിന്നെ നാട്ടുകാർ വന്ന് മറുപടി പറയുമോ? ആറഞ്ഞു തുള്ളി ഇന്ദ്രൻ. എന്റെ പൊന്നു മോനെ, നിന്റെ ആവശ്യത്തിനാ ഞാൻ ഇവിടെ നിന്നും പണം വാങ്ങിയത്. അപ്പോ അവരുടെ അമ്മച്ചിയെ നോക്കാൻ 2 മാസമെങ്കിലും നിൽക്കുവാണെങ്കിൽ കാശ് തരാമെന്നാ ഇങ്ങേരും ഇങ്ങരുടെ പെണ്ണുമ്പിള്ളയും പറഞ്ഞത്. നിനക്കൊരു ഉപകാരമില്ലാതെ അവൾ പഠിച്ചിട്ടിപ്പോ എന്തിനാടാ? അല്ലെങ്കിൽ തന്നെ പിന്നെ പഠിക്കണമെങ്കിൽ 2 മാസം കഴിഞ്ഞങ്ങ് പഠിച്ചാൽ പോരെ? അതൊക്കെ കരുതിയ അവളെ കൊണ്ടുപോയി ഇവിടെ ഇട്ടത്. പക്ഷെ ഊരും പേരും കണ്ടുപിടിച്ച് ഇവിടെ വന്ന് അവളെ അവർ കടത്തിക്കൊണ്ട് പോകുമെന്ന് ഞാൻ എങ്ങനെ ഓർക്കാനാടാ മോനെ? അത്രയും നിസ്സഹായതയിൽ ചോദിച്ചെങ്കിലും ഇന്ദ്രന് ദേഷ്യമടങ്ങിയില്ല. എനിക്ക് കാശിന് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെ. അതും പറഞ്ഞ് ആ പെണ്ണിനെ എന്തിനാ നിങ്ങൾ കണ്ടവരുടെ അവിടെ കൊണ്ടുപോയി നിർത്തിയത്? ഇനി ഇതെങ്ങാണം അജിത്ത് അറിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ പെണ്ണെന്ന് വെച്ചാൽ ഭ്രാന്താണ് ചെറുക്കന്. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്നതിനൊക്കെ ഉണ്ടല്ലോ. അവന്റെ ഈ ചാട്ടമൊക്കെ ആ ഒരു കാരണം കൊണ്ടാകുമെന്ന് ഉദ്ദേശിച്ചിരുന്നവർക്ക് ഈ ചോദ്യം വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല. ഇപ്പൊ തന്നെ ആ കടയിടിച്ച് നശിപ്പിച്ചതിന് രൂപ 3 ലക്ഷമായിരുന്നു വേണ്ടത്. അതിൽ 2.5 അവൻ തന്നെയല്ലേ തന്നത്? അതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എന്ന് നിങ്ങൾക്കും അറിയാം. പിന്നെ ഒരു 50,000 ഒപ്പിക്കാൻ നിങ്ങളോട് പറഞ്ഞതിനാണോ നിങ്ങൾ എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കി തന്നിരിക്കുന്നത്? മണിക്കുട്ടിയെ കൊണ്ടുപോയി നിർത്തിയ വീട്ടിൽ ഇപ്പോൾ ശാരദയ്ക്കാണ് ജോലി ചെയ്യുന്നത്. പണം തിരിച്ചു കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഇനിയും 1.5 മാസം ജോലി ചെയ്താലേ ആ കടം തീരും. ഈ കാര്യങ്ങളൊക്കെ ഇന്ദ്രനോടൊന്ന് പറയാമെന്ന് കരുതിയെങ്കിലും അന്നത്തെ ആ കാശ് കിട്ടിയതിനു ശേഷം ഇന്ദ്രൻ പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഇന്നാണ് അവൻ വിളിക്കുന്നത്. കാര്യം എന്തൊക്കെ പ്രശ്നമുണ്ടാക്കിയാലും മകനോടൊന്നും ഒളിച്ചു വെക്കാറില്ല ശാരദ. നിങ്ങൾ എന്ത് ചെയ്യുവോ ഏത് ചെയ്യുവോ അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ ഇപ്പോൾ കാശ് കൊടുത്തവരെ സെറ്റിൽ ചെയ്തെങ്കിലും പോലീസ് കേസ് ആയ സ്ഥിതിക്ക് ഒരു 1.5-2 മാസം കൂടി എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പോഴേക്കും അജിത്തും ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തും. അങ്ങനെ അവനും കൂടി നാട്ടിലെത്തിയാൽ അപ്പ കല്യാണം നടത്തണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അറിയാലോ, അവളുടെ പേരിൽ ലക്ഷങ്ങളാണ് തിരിച്ചും മറിച്ചും നൽകാനായിട്ടുള്ളത്. ഏ, ആര് വാങ്ങി? ആ സംസാരത്തിനിടയിലും ഞെട്ടിക്കൊണ്ട് ശാരദ മകനോടത് വീണ്ടും ചോദിച്ചു. അതൊന്നും നിങ്ങളിപ്പോ അറിയേണ്ട കാര്യമില്ല. എന്തായാലും അവളുടെ പേരിൽ ഞാൻ കുറച്ച് കാശ് വാങ്ങി എന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. അവരൊന്ന് നീട്ടിമൂളി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഞാനും അവനും നാട്ടിൽ വരുമ്പോൾ അവൾ വീട്ടിലുണ്ടാവണം, നിങ്ങളുടെ കൂടെ. അതുപോലെ അവളെ നിങ്ങൾ അജിത്തുമായുള്ള കല്യാണക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. അല്ലാതെ കഴിഞ്ഞ വട്ടത്തെ പോലെ കല്യാണക്കാര്യം എടുത്തിടുമ്പോൾ കല്യാണം വേണ്ട, അജിത്തിനെ കല്യാണം കഴിക്കുക, അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് അവളെന്തെങ്കിലും നാടകം ഇത്തവണ കാണിച്ചാൽ. അവന്റെ ശബ്ദത്തിലെ ഭീഷണി അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നിങ്ങളെ അവളെ ഞാനുണ്ടല്ലോ ഒരുമിച്ച്
ബാക്കിയൊന്നും പറയാതെ അവൻ ഒരു നിമിഷം നിന്നു. പറഞ്ഞില്ലെന്ന് വേണ്ട. വാശിയോടെ അവൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ തീർത്ത ഉൾക്കിടിലത്തിലായിരുന്നു ശാരദ. ദേഷ്യം വന്നാൽ കാലന് സമമാണ്. കൊല്ലുമെന്ന് പറഞ്ഞാൽ തള്ളയോ പെങ്ങളോ എന്നൊന്നും നോട്ടമില്ലാതെ അവൻ ചിലപ്പോൾ ചെയ്തു കളയും. ഉയിരിന്റെ പേടിയിൽ അവർ നിന്ന് വിറച്ചു. മോൾ എന്തേ അച്ഛാ? അത്യാവശ്യ സ്കൂളിലേക്ക് എഴുതിക്കൊണ്ടുപോകേണ്ട എന്തോ എഴുതി കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് ഹരി കൈമളോട് തിരക്കി. ഏണിയും പാമ്പും കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന അയാൾ അതിന് തല ഉയർത്താതെ ഇടതുവശത്തെ മുറിയിലേക്ക് വിരൽ ചൂണ്ടി. അച്ഛന്റെ ശ്രദ്ധയത്രയും കളിയിലാണെന്ന് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വശം ചരിഞ്ഞു കിടന്നുറങ്ങുന്ന മണിക്കുട്ടിയാണ്. ഹും, ഇവൾക്ക് രാത്രി കോഴിപിടുത്തമായിരുന്നോ പണി? ചരിഞ്ഞുള്ള കിടപ്പിലേക്ക് കൂടുതൽ നോക്കാതെ അവൻ വേഗം പുറത്തേക്കിറങ്ങി. ഒപ്പം തന്നെ കുഞ്ഞ് എന്തെന്ന് മനസ്സ് പരതുകയും ചെയ്തു. പിന്നെ കളിച്ചുകൊണ്ടിരുന്നവർക്കിടയിൽ സീതമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്കൊപ്പം കാണും എന്ന് കരുതിയാണ് അവൻ അടുക്കളയിലേക്ക് ചെന്നത്. അവിടെ ചെല്ലുമ്പോൾ അമ്മ എല്ലാവർക്കുമുള്ള ചായയുമായി പുറത്തേക്ക് വരുന്നു. പൂ എന്തേ അമ്മ? കയ്യിലൊരു ചായ ഗ്ലാസും എടുത്തുകൊണ്ട് അവൻ തിരക്കിയതും ചക്കരയുടെ കൂടെ കാണത്തില്ലേ അടാ എന്നൊരു പറച്ചിലൂടെ അവർ ചായയുമായി പുറത്തേക്കിറങ്ങി. ഇല്ലമ്മേ, ഞാൻ ചെല്ലുമ്പോൾ ചക്കര പോത്തുപോലെ കിടന്നുറങ്ങുകയാണ്. മോളെ കണ്ടതുമില്ലല്ലോ. കയ്യിലിരുന്ന ചായ സൈഡിലേക്ക് വെച്ച് വെപ്രാളത്തോടെ ചോദിക്കുന്നവനെ സീത പുഞ്ചിരിയോടെ നോക്കി. വാ. അവന്റെ കയ്യും പിടിച്ചവർ കുറച്ചു മുന്നേ അവൻ കയറിയ മുറിയിലേക്ക് കയറി. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവള് മാത്രമേ ഇവിടെന്ന്. ബാക്കി പറയും മുന്നേ അവനെ കട്ടിലിന്റെ സൈഡിലൂടെ ഇപ്പുറത്തെ വശത്തേക്ക് വലിച്ചുകൊണ്ട് വന്നു സീത. എന്നിട്ട് മുന്നിലെ കാഴ്ചയിലേക്ക് കണ്ണു നീട്ടി. അവരുടെ നോട്ടത്തിനൊപ്പം കണ്ണുകൊണ്ട് പോയവൻ കാണുന്നത് അവളുടെ വലതു കൈക്കുള്ളിൽ തലയൊരു അല്പം പൊക്കിവെച്ച് ശരീരം മുഴുവനും ആ പെണ്ണിന്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തി അവളുടെ ചൂടറിഞ്ഞ് പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെയാണ്. പുറത്തുനിന്ന് ആര് നോക്കിയാലും മണിക്കുട്ടിയല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ അടുത്തേക്ക് ചെന്ന് നോക്കിയാൽ മാത്രം കാണുന്ന അതിമനോഹരമായ ആ കാഴ്ച കണ്ണിലാകെ നിറച്ചു ഹരി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ഇതിൻ്റെ അടുത്ത പാർട്ട് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗം രാത്രി 10 മണി കഴിഞ്ഞുണ്ടാവും. അപ്പോൾ അതിനും കൂടി വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നന്ദി.